ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്ന് കേക്കാണ് ഉണ്ടാക്കുന്നത്. കേക്ക് എന്ന് വെച്ചാൽ വെട്ട് കേക്ക് എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത്. നമ്മളിവിടെ കേക്ക് തന്നെ കേട്ടോ പറയൽ. പിന്നെ ഞാൻ ഇന്ന് 10 മുട്ടക്കാണ് ഉണ്ടാക്കുന്നത്. 10 മുട്ടക്ക് 1.25 കപ്പ് മൈദ വേണം, അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും വേണം. പിന്നെ അതുപോലെ തന്നെ ഏലക്കായി കേട്ടോ. ഏലക്കായി ഞാൻ പൊടിച്ചത് എടുത്ത് 2 സ്പൂൺ വരെ ഉണ്ടാവും. അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മൈദേൻ്റെ അകത്ത് അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു കപ്പ് എന്ന് പറഞ്ഞത് ഒരു ബൗളാണ് കേട്ടോ, ഒരു വലിയ ബൗളാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഒരു ബൗൾ ഞാൻ ഫുള്ളായി തട്ടി കൊടുത്തു. പിന്നെ എടുത്തത് ഇത്രയാണ് കേട്ടോ, ഒരു ബൗൾ ഫുള്ളായിട്ടില്ല, മുക്കാലിലുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പകുതിയല്ല, അതിൽ കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ ഫുള്ളായിട്ടും ഇല്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഏലക്കായി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. 2 സ്പൂൺ ഓരോ ഓയിൽ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അത് ഞാൻ പിന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് അവിടെ മാറ്റി വെക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് മുട്ട വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് മുട്ട ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. 10 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത്. 10 മുട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഫസ്റ്റ് ഇടുന്നതിനും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് മുട്ട ഒന്ന് കലക്കിയതിന് ശേഷമാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് അലിഞ്ഞ് കിട്ടാൻ പണിയാണ്. പൊടിച്ചിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. എന്നുവെച്ചാൽ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരാൾ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ. മുട്ടയും പഞ്ചസാരയും ഒന്നിച്ച് അടിച്ചെടുക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത്. എനിക്കിതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. കുറച്ച് കലക്കണമെന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ കലക്കിയെടുക്കണം. പഞ്ചസാര പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ കലക്കിയെടുക്കണം കേട്ടോ. മിക്സിയിലടിക്കുന്നതും നല്ല തന്നെയാണ്, മിക്സിയിലടിച്ചാൽ പെട്ടെന്നാവും. ഇത് മുട്ടയും പഞ്ചസാരയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടിയിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് ഇടുന്നവർക്ക് അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കട്ടിയായിട്ട് കുഴച്ചെടുക്കേണ്ട, കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഞാനെല്ലാം കൂടി ആ പൊടിയൊക്കെ ഇട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുഴച്ച് ലാസ്റ്റ് ആവുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കൈയെല്ലാം നമ്മൾ കൈക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. ആ സമയത്താണ് കേട്ടോ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കൊടുത്തതിനെല്ലാം കൂടി ഒന്നിച്ച് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ പറയാൻ, റവ കൂട്ടുന്നവരുണ്ട് കേട്ടോ. ഞാൻ കൂട്ടിയിട്ടില്ല. റവ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ ആദ്യമൊക്കെ ചുടുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല. എന്നുവെച്ചാൽ റവ കൂട്ടിയാൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ പൊടി ഇടുന്ന സമയത്ത് തന്നെ റവ പൊടിക്കാത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 2 ബൗളാക്കി മാറ്റിയിട്ടുണ്ട്. 2 ഭാഗമാക്കി മാറ്റിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുമ്പോൾ വലുതായി വരും. ഒന്ന് ഞാൻ അങ്ങനെയും പരത്തി, മറ്റേത് ഞാൻ കോല് വെച്ചിട്ടും പരത്തിയിട്ട് 2 ഭാഗമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം നൈസായിട്ടും വേണ്ട, കുറച്ച് കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. ഇതിനേക്കാൾ കുറച്ച് കട്ടി കൂടിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ടല്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എണ്ണക്കകത്തിട്ടുമ്പോൾ ഓരോന്നായിട്ടല്ല കേട്ടോ, എല്ലാം കൂടി ഒന്നിച്ച് കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ട് തന്നെ കേട്ടോ പൊരിച്ചെടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേജ് പൊരിച്ചെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. മറ്റേതും കൂടി ഞങ്ങൾ പരത്തിയെടുക്കുകയാണ്. ഉമ്മേനെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. കോല് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ചട്ടോനെ കത്തി എന്ത് വേണമെങ്കിലും എടുത്തിട്ട് മുറിക്കാം കേട്ടോ. ഞങ്ങൾക്ക് എളുപ്പം ഇതാണ്. ഈ ഒരു ചട്ടോന് വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കാൻ കുറച്ചുകൂടി നല്ലത് തോന്നിയത്. അതാണ് കേട്ടോ അത് വെച്ച് മുറിക്കുന്നത്. കത്തി വെച്ചിട്ടാണെങ്കിൽ മുറിച്ചെടുക്കാം. പിന്നെ ഈ മുറിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടില്ലെങ്കിൽ അത് പിടിച്ച് നിൽക്കും കേട്ടോ. അതിനാണ് കേട്ടോ പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെല്ലാം കൂടി പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ചെടുത്ത് പിന്നെ ചൂട് ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വെക്കേഷൻ്റെ സമയമല്ലേ, അപ്പോൾ മക്കൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സമയത്തൊക്കെ പീടിയത്തെ കടിയൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ല ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.